ശ്രീ ജോസഫ് ആന്റണി നോക്കൂ, ഇനി ട്രംപ് ചൈനയിലേക്ക് എത്താനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഏപ്രിലിൽ ആ കൂടിക്കാഴ്ച നടക്കും എന്നതാണ് കരുതുന്നത്. കൂടുതൽ ദൃഢമായി ഈ ബന്ധം കൊണ്ടുപോകാനുള്ള ആലോചന അല്ലെങ്കിൽ ധാരണ ഇരു രാഷ്ട്രങ്ങളുടെയും ഈ ഇന്നലെ നടന്ന ചർച്ചയിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അതിനുശേഷം ഷീ ജിൻപിങ്ങും അമേരിക്ക സന്ദർശിക്കുമെന്ന് പറയുന്നു. പക്ഷേ പ്രത്യേകിച്ചൊരു തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. അത് ഈ സന്ദർശനത്തിന് ശേഷം ഉണ്ടാകും എന്നതാണ് കരുതുന്നത്. അമേരിക്ക ചൈന അത് രണ്ട് രാഷ്ട്രങ്ങളാണ്, രണ്ട് ബദ്ധവൈരികൾ എന്ന നിലയിൽ കണ്ടിട്ടുള്ള രാഷ്ട്രങ്ങളാണ്. വ്യാപാര രംഗത്തായാലും മറ്റ് രംഗത്തായാലും പ്രതിരോധ രംഗത്തായാലും ഒക്കെ പരസ്പരം ഏറ്റുമുട്ടാൻ അല്ലെങ്കിൽ രണ്ട് വലിയ ശക്തികളായി നിൽക്കുന്ന രാഷ്ട്രങ്ങളാണ്. അവർക്ക് ഏതറ്റം വരെ വ്യാപാരവുമായി ബന്ധപ്പെട്ട ഈ ബന്ധം തുടർന്നു കൊണ്ടുപോകാൻ പറ്റും? ഇപ്പോൾ കാണുന്ന ഈ ഊഷ്മളമായ സൗഹൃദത്തിന്റെ ദൃശ്യങ്ങൾ അതിൽ എത്രമാത്രം ആത്മാർത്ഥതയുണ്ട്? രേണുക, നമ്മൾ ഈ ചർച്ച പിന്നെ ഇപ്പോൾ നടക്കുന്ന ഈ ചൈനയും അമേരിക്കയും തമ്മിൽ നടക്കുന്ന ചർച്ചയുടെ യഥാർത്ഥത്തിലുള്ള ഫലത്തെക്കുറിച്ച് ഈ ഒരു ശരിയായ ചിത്രത്തിലല്ല ചർച്ച മുന്നോട്ട് പോകുന്നത്. നിർമ്മൽ പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള കാര്യങ്ങളാണ്, അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു. വളരെ ശരിയായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മൾ കാണേണ്ട കാര്യം, ഈ സംഘർഷങ്ങൾ ആരാ തുടങ്ങി വെച്ചത്? ചൈനയും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം തുടങ്ങി വെച്ചത് ഡൊണാൾഡ് ട്രംപ് 2017 അദ്ദേഹം ആദ്യം പ്രസിഡന്റായിരിക്കുക. അപ്പോഴാണ് അദ്ദേഹം പിന്നെ ചൈനയ്ക്കെതിരെ ഉപരോധങ്ങളും ചൈനയ്ക്കെതിരെ ചുങ്കവും മറ്റൊക്കെ ഏർപ്പെടുത്തിയ പരിപാടി തുടങ്ങിയ ഒരു വ്യാപാര യുദ്ധത്തിന്റെ അല്ലെങ്കിൽ ചൈന അമേരിക്ക ബന്ധം കൂടുതൽ പ്രത്യക്ഷപരമായി തന്നെ ശത്രുതയിലേക്ക് കൊണ്ടുപോയ ആള് ട്രംപാണ്. ആ ട്രംപ് തുടങ്ങി വെച്ചത് പിന്നെ ബൈഡൻ അധികാരത്തിൽ വന്നെങ്കിലും അദ്ദേഹം അത് തുടർന്നുകൊണ്ടുപോയി. അദ്ദേഹം അതിനകത്ത് മാറ്റം വരുത്തില്ല. അദ്ദേഹം ചില കാര്യങ്ങളിൽ ചിപ്പ് ആക്ട് പോലെയുള്ള അതായത് ഒരു കാരണവശം കൊണ്ടുവന്നു ബൈഡൻ. എന്നിട്ട് ഇപ്പൊ രണ്ടാമത് അധികാരത്തിൽ വന്നപ്പോൾ ഇദ്ദേഹം പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സോയാബീൻ അമേരിക്കയിൽ നിന്ന് ചൈന വാങ്ങിക്കൊണ്ടിരുന്നതാണ്. അത് അമേരിക്കയിലേക്ക് പിന്നെ ഈ റെയർ എർത്തുകൾ ചൈന കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്ന നേരത്തെ ഈ ചെയ്തുകൊണ്ടിരുന്നത് നിർത്തിവെക്കേണ്ടി വന്നു ചൈനയ്ക്ക്. എന്തുകൊണ്ട് നിർത്തിവെക്കേണ്ടി വന്നു? ആവശ്യമില്ലാത്ത തരത്തിൽ ചൈനയ്ക്കെതിരായിട്ടുള്ള താരിഫുകൾ വർദ്ധിപ്പിച്ചപ്പോൾ അതിനുള്ള തിരിച്ചടി എന്നുള്ള നിലയ്ക്കാണ് ചൈന ഇതെല്ലാം തുടങ്ങിയത്. മനസ്സിലായില്ലേ? അപ്പൊ ആ തിരിച്ചടി പിന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ ട്രംപാണ് ഈ ചൈനയിലേക്ക് പോയത്. ചൈനയുടെ പ്രസിഡന്റിനെ കാണാൻ വേണ്ടിയിട്ട് താല്പര്യപൂർവ്വം ഫോൺ വിളിക്കുക, സംസാരിക്കുക, ആൾക്കാരെ അയക്കുക, സ്പെയിനിൽ മാഡ്രിഡിൽ വെച്ച് ചർച്ച നടത്തുക, കോലാലംപൂരിൽ വെച്ച് ചർച്ച നടത്തുക, ഇതിനെല്ലാം ഇനിഷ്യേറ്റീവ് എടുത്തത് വാസ്തവത്തിൽ ട്രംപാണ്. എന്തുകൊണ്ടാണ് ട്രംപ് ചർച്ച നടത്തുന്നത്? ട്രംപിനെ സംബന്ധിച്ച് ഇവിടെ നിർമ്മല സൂചിപ്പിച്ച പോലെ ഈ പറഞ്ഞ ഈ എന്താ പറയുന്ന റെയർ എർത്ത് കിട്ടിയില്ലെങ്കിൽ ചൈനയിലെ ഇലക്ട്രിക് വ്യവസായം, ഇലക്ട്രോണിക് വ്യവസായവും അങ്ങനെയുള്ള വൻ വ്യവസായങ്ങൾ, ടിക്കറ്റ് മേഖലയിൽ തന്നെ ഉള്ള വൻ വ്യവസായങ്ങൾക്ക് വൻ തിരിച്ചടിയാണ് ഉണ്ടാവുക. അപ്പൊ ആ തിരിച്ചടി ഇല്ലാതാക്കുക, അതിനൊന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചൈനയുടെ മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്തതാണ് വാസ്തവത്തിൽ ട്രംപ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഈ ചൈന കീഴടങ്ങിയോ ചൈനയുടെ ഭാഗത്ത് വിജയം ഉണ്ടാവില്ല. എന്താണ് ഈ കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കിക്കുക എന്നൊക്കെ പറയുന്നത്? ഈ ചൈനയുടെ അടുത്തേക്ക് ട്രംപ് വന്നിട്ട് ഈ പിന്നെ ഞാനിത് കുറച്ചിരിക്കുന്നു, അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ അത് കൃത്യമായി നിർമ്മൽ സൂചിപ്പിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ടത് ചൈനയെ സംബന്ധിച്ച് ചൈനയ്ക്ക് വേറെ ലോകത്തുനിന്ന് വേറെ സംഗതികളൊന്നും വേണ്ട. ചൈനയ്ക്ക് വേണ്ടത് സെമി കണ്ടക്ടറിന്റെ ടെക്നോളജിയാണ്. അത് ഉണ്ടെങ്കിൽ മാത്രമേ ഇനി ഒരു അടുത്ത കുതിപ്പിലേക്ക് ചൈന ഓൾറെഡി ആ കാര്യത്തിൽ ഏതാണ്ട് വലിയ കുതിപ്പ് നടത്തി കഴിഞ്ഞു. പക്ഷെ ഈ പറഞ്ഞ തരത്തിലുള്ള സാധനം ഉണ്ടാവണം, അത് കിട്ടണം, അത് കിട്ടും എന്ന് കൊടുക്കുമെന്ന് NVIDIAയുടെ ആളുകളെ ചൈനയിലേക്ക് വിടുകയാണ് എന്ന് വളരെ കൃത്യമായി പറഞ്ഞു. അതുപോലെയാണോ? അതുപോലെ തന്നെ അവിടുന്ന് അമേരിക്കയിൽ നിന്ന് ഇദ്ദേഹം വരുന്നതിന് മുമ്പ് പറഞ്ഞു, നിങ്ങൾ തായ്വാൻ എന്ന് പറയുന്ന വിഷയം ചർച്ച ചെയ്യണം. തായ്വാൻ എന്ന് പറയുന്ന ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല അദ്ദേഹം. ചൈനയുടെ വലിയ പ്രശ്നമാണ്. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊക്കെ അതായത് നേരത്തെ നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങൾ, സോയാബീൻ വാങ്ങിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ, റെയർ എർത്ത് ഉൽപ്പന്നങ്ങൾ അങ്ങോട്ട് കയറ്റുമതി ചെയ്തിരുന്ന കാര്യം, ഇതെല്ലാം ചൈന ചെയ്തുകൊണ്ടിരുന്ന കാര്യം ഈ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ ചൈന നിർത്തിവെച്ചു. ചൈനയ്ക്ക് അതിനുള്ള കരുത്തുണ്ട്, ചൈനയ്ക്ക് അതിനുള്ള ശേഷിയുണ്ട്. അമേരിക്കയെ ചൊൽപ്പടിയിൽ നിർത്താനുള്ള ശേഷിയുള്ള രാജ്യമാണ് ചൈന എന്ന് ചൈന ഒരിക്കൽ കൂടി കാണിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് വന്നത്. അമേരിക്കൻ പ്രസിഡന്റ് വന്ന് ഈ പറഞ്ഞ കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് പിന്നെ ഇതൊക്കെ തരാം എന്ന് മാത്രമല്ല, വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് ഫെന്റനിലിന്റെ പ്രശ്നമുണ്ട്. ഫെന്റനിലിന്റെ ഉൽപ്പന്നങ്ങൾ അതിനുള്ള കെമിക്കൽസ് ചൈനയിൽ നിന്ന് തന്നെയാണ് പോകുന്നത്, സംശയമില്ല. പക്ഷെ അത് വെനസ്വേല വഴിയല്ല പോകുന്നത്. വെനസ്വേലയിൽ നിന്നും പോകുന്നതല്ല, കൊളംബിയ, മെക്സിക്കോ എന്ന് പറയുന്ന സ്ഥലങ്ങളിലൂടെയാണ് ഫെന്റനിൽ പോകുന്നത്. ഇപ്പോ ഈ ഫെന്റനിലിന്റെ പേരിൽ, അതായത് വെനസ്വേലയിൽ നിന്ന് വരാത്ത ഫെന്റനിലിന്റെ പേരിൽ അവരുടെ കപ്പലുകളെയും മെക്സിക്കോയുടെയും കൊളംബിയയുടെയും ബോട്ടുകളെ ആക്രമിച്ച് മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ ഏതാണ്ട് 50 ആളുകളെ കൊന്നു കഴിഞ്ഞു.
ഡൊണാൾഡ് ട്രംപ് എല്ലാ അന്തർദേശീയ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട്. അതിന് വേറൊരു രാഷ്ട്രീയമുണ്ട്. 2003 ഇറാഖ് ആക്രമിച്ച് കീഴടപ്പെടുത്തിയതുപോലെ ഏറ്റവും എണ്ണ സമ്പന്നമായ വെനസ്വേലയെ കീഴടക്കുക എന്ന് പറയുന്ന രാഷ്ട്രീയ ലക്ഷ്യം. അതായത് ഇവിടെ രേണുക സൂചിപ്പിച്ച പോലെ ഏതെല്ലാം രാജ്യത്ത് ഏതെല്ലാം തരത്തിലുള്ള ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസോഴ്സസ് ഉണ്ടോ, നാച്ചുറൽ റിസോഴ്സ് ഉണ്ടോ, അതെല്ലാം കൈവശപ്പെടുത്താനുള്ള ഭ്രാന്തമായ ശ്രമത്തിലാണ് ട്രംപ് നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ വെനസ്വേല അടുത്ത ഇറാഖായി മാറിക്കൂടായില്ല. അതിനുള്ള എല്ലാ പണികളും ഒപ്പിക്കൊണ്ടുവരികയാണ്. അതിന്റെ ഒരു പ്രചരണമാണ് വാസ്തവത്തിൽ വെനസ്വേലയിൽ നടക്കുന്ന ആകെ അമേരിക്കയിൽ എത്തുന്ന മയക്കുമരുന്നിന്റെ 5% മാത്രമേ വെനസ്വേലയിൽ നിന്ന് വരുന്നുള്ളൂ. അത് തന്നെ കൊക്കൈനാണ്. മെക്സിക്കോ, കൊളംബിയ എന്ന് പറയുന്ന സ്ഥലങ്ങളിലൂടെയാണ് ഏറ്റവും അധികം ഫെന്റനിൽ വരുന്നത്. അമേരിക്കയിലെ ആൾക്കാർ വാങ്ങിച്ച് കഴിച്ചു മരിക്കുന്നതും. അപ്പൊ ഇതാണ് ഇതിന്റെ പ്രശ്നം. അതായത് നമ്മൾ തിരിച്ചാണ് കാണേണ്ടത്. അതായത് ട്രംപ് ആഗ്രഹിച്ചെല്ലാം നേടിയെന്നുള്ളതല്ല. ട്രംപ് അങ്ങോട്ട് വെച്ചത് ട്രംപ് കുറച്ച് തിരിച്ചെടുത്തു എന്ന് മാത്രമല്ല, ചൈനയ്ക്ക് കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് കൊടുക്കാനും അമേരിക്ക തീരുമാനിച്ചത് കൊണ്ടാണ് ഇപ്പോ ഒരു സമാധാനത്തിലേക്ക് വന്നിരിക്കുന്നത്. അതുപോലെ ഒരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യം, ഈ ചർച്ചയിലൂടെ ഒന്നും അമേരിക്ക ചൈന സംഘർഷമൊന്നും തീരാൻ പോകുന്നു. എന്തുകൊണ്ട് തീരാൻ പോകത്തില്ല? അമേരിക്ക കാണുന്ന ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ചൈനയാണ്. ലോകത്ത് അതായത് അമേരിക്കയുടെ മേധാവിത്വം സാമ്പത്തിക രംഗത്തും സൈനിക രംഗത്തും രാഷ്ട്രീയ രംഗത്തുമുള്ള അവരുടെ മേധാവിത്വത്തിനെതിരായിട്ടുള്ള വെല്ലുവിളി ചൈന തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് 2020-21 കാലത്ത് അഫ്ഗാനിസ്ഥാനിൽ നിന്നും പട്ടാളത്തെ എല്ലാം പിടിച്ചുകൊണ്ട് അമേരിക്ക തിരിച്ചു പോയപ്പോൾ ബൈഡൻ പറഞ്ഞൊരു കാര്യമുണ്ട്: ഞങ്ങൾക്ക് ഈ അഫ്ഗാനിസ്ഥാനൊന്നും അല്ല പ്രശ്നം, ഞങ്ങളെ സംബന്ധിച്ച് ചൈനയാണ്. അതുകൊണ്ടാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ ക്വാഡ് ആവട്ടെ, ഇൻഡോ പസഫിക് ആവട്ടെ, ഓക്കസ് ആവട്ടെ, അങ്ങനെയുള്ള സൈനികേതരമായ സഖ്യങ്ങളിലൂടെ ചൈനയെ വരിഞ്ഞു മുറുക്കുക എന്ന് പറയുന്ന രാഷ്ട്രീയ ലക്ഷ്യം വെച്ചിരിക്കുന്ന ഒരു രാഷ്ട്രമാണ് അമേരിക്ക. പക്ഷെ ഇപ്പോ നമ്മൾ സാധാരണ പറയും, ഈ അമേരിക്കൻ പ്രസിഡന്റിന് അമേരിക്കയ്ക്ക് പൊതുവിലുള്ള ഈ അവരുടെ മേൽക്കോയ്മ രാഷ്ട്രീയം ഉള്ളപ്പോൾ തന്നെ ഈ ട്രംപിനുള്ള ഒരു പ്രത്യേക പ്രശ്നം, ട്രംപ് ഈ ജിയോ പൊളിറ്റിക്സിനല്ല കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, ജിയോ ഇക്കണോമിക്സിനാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രത്തിന് എത്രയധികം നേട്ടം ഉണ്ടാക്കാമെന്ന് പറയുന്ന ഒരു പദ്ധതി. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഈ താരിഫ് എന്ന് പറയുന്ന വജ്രായുധം പുറത്തെടുത്തുകൊണ്ട് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതായത് ചൈനയുമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളിൽ എങ്ങനെ ഒരു നീക്കുപോക്ക് ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് അതിനു വേണ്ടിയിട്ടാണ് വന്നത്. അല്ലാതെ ഈ ട്രംപിന് ഇവിടെ പുതിയ നേട്ടമൊന്നും ഉണ്ടാക്കുന്നില്ല. ട്രംപ് ഉണ്ടാക്കി വെച്ച പ്രശ്നത്തിൽ കുറച്ച് പരിഹാരം ട്രംപ് തന്നെ കണ്ടിരിക്കുന്നു എന്നേ ഉള്ളൂ. തീർച്ചയായും. ഇവിടെ ഇപ്പോ മോഹൻ വർഗീസ് നോക്കൂ, ട്രംപ് ചൈനയോട് മാത്രമല്ല ഇന്ത്യ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളോട് സ്വീകരിക്കുന്ന നിലപാടാണ് തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ, തങ്ങൾക്ക് കഴിയുന്ന തരത്തിൽ അല്ലെങ്കിൽ തങ്ങൾക്ക് അനുകൂലമായി മറ്റു രാഷ്ട്രങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടിയുള്ള സമ്മർദ്ദ തന്ത്രങ്ങളാണ് ട്രംപ് പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഒരു പരിധിവരെ അതിൽ നിന്ന് അകന്നു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചൈന കൂടുതൽ ശക്തമായി അതിനോട് പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ പല ഘട്ടത്തിലും ട്രംപ് പിൻവലിയുന്നത് നമ്മൾ കണ്ടതാണ്. ഈ താരിഫ് ഭീഷണിയിൽ നിന്ന് പോലും ട്രംപ് ഇത്രയും ഏർപ്പെടുത്തുമെന്ന് പറയുന്നു, പിന്നീട് ട്രംപ് തന്നെ അതിനോട് പിൻവലിയുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ചൈനയെ ബുദ്ധിമുട്ടിക്കാനായി ട്രംപ് കൊണ്ടുവന്ന പല പദ്ധതികളും അമേരിക്കയ്ക്ക് തന്നെ തിരിച്ചടിയാകുന്നു, അല്ലെങ്കിൽ കൂടുതൽ ബുദ്ധിപൂർവ്വമായി ചൈന അതിനെ മറികടക്കുന്നത് നമ്മൾ കണ്ടു.